നെയ്യാറ്റിങ്കര ഗോപന്റെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. ആചാരപ്രകാരമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അവിടേക്ക് എത്തിച്ചുവോ? സംസ്കാരത്തിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായോ? പ്രജീഷ്, സംസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും തന്നെ ഈ വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നാമജപ ഘോഷയാത്രയായിട്ടാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സംസ്കാരത്തിന് വേണ്ടി പ്രത്യേകം മതാചാര്യന്മാർ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 50-ൽ താഴെ ആളുകൾ മാത്രമേ ഇപ്പോൾ ഏതായാലും നിലവിൽ ഈ സ്ഥലത്ത് ഇപ്പോൾ നിലവിലുള്ളൂ. അതോടൊപ്പം തന്നെ ഘോഷയാത്രയെ കുറച്ച് പേർ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അടക്കമുള്ള ആളുകളാണ് മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി ആണ് ഇപ്പോൾ ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യുക. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക. ഇന്നലെ ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കല്ലറ, ആ കല്ലറ പൊളിച്ച് ആണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഏതാണ്ട് നെഞ്ച് അളവ് വരെ ഭസ്മത്താൽ മൂടിയിരുന്നു. അത്തരം മതപരമായ ചടങ്ങുകൾ ഇന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജീഷ്, ശരി. കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ഗോപന്റെ സംസ്കാരം നടക്കും.